തൃശ്ശൂർ മാത്രമായിട്ട് എടുത്ത് കാണിക്കുന്ന ഈ ബഹളം വെറും തരംതാണ മാധ്യമ പ്രവർത്തനവും അതുപോലെ തന്നെ രാഷ്ട്രീയ ഗൂഢാലോചനയുമാണ്. തൃശ്ശൂർ പോലൊരു നഗരത്തിൽ ഒരു ഫ്ലാറ്റിൽ 40 പേർ 30 പേരൊക്കെ താമസിച്ചു എന്നൊക്കെ പറയുമ്പോൾ കേരളത്തിൽ അത് എത്രത്തോളം വിശ്വസനീയമാണ്? ഈ 30 പേരും സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യുന്ന വല്ല തെളിവുണ്ട്? നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റിലെ റോഹിംഗ്യയിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്ന് വന്ന കൊടും ഭീകരന്മാർ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇടം നേടിയിട്ടുണ്ട്. നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഡൽഹിയിൽ ഒരു കുപ്പിയിൽ നിന്നൊരു ഭൂതത്തെ തുറന്നു വിട്ടു. അത് ഭൂതമാണോ പ്രേതമാണോ എന്നൊക്കെ ഉള്ളത് അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇപ്പോൾ തൃശ്ശൂരിലേക്ക് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, കേരളത്തിലെ നേതാക്കന്മാർ പറയുന്നു തൃശ്ശൂരിൽ സുരേഷ് ഗോപി ആദ്യമായി താമര വിരിയിച്ചത് ആ ഒരു അട്ടിമറിയിലൂടെയാണ് എന്ന് പറയുന്നു. രാഹുൽ ഗാന്ധി അവിടെ പറഞ്ഞു, കേരളത്തിലെ നേതാക്കന്മാർ ഇവിടെ പറഞ്ഞു. താങ്കൾക്ക് എന്ത് തോന്നുന്നു? രാഹുൽ ഗാന്ധി അവിടെ തുറന്നത് ഭൂതത്തിനെ തുറന്നിടുകയല്ലേ ചെയ്തത്? പണ്ടോറായുടെ പെട്ടിയാണ് തുറന്നത്. അറിയാമല്ലോ, പണ്ടോറായുടെ പെട്ടി തുറന്നപ്പോഴേ അതിനെ തടച്ചിരുന്ന സകല ഭൂതങ്ങളും പുറത്ത് ചാടി. കൂടത്തിലെ ഒരു ഭൂതമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഈ ഭൂതങ്ങളെല്ലാം കൂടി ഇപ്പം രാഹുൽ ഗാന്ധി തന്നെ പിടിച്ചോണ്ടിരിക്കുക. അതിൻ്റെ കാരണം തെരഞ്ഞെടുപ്പിൽ അട്ടിമറി കാണിച്ച് കള്ളത്തരം കാണിച്ച് ജയിച്ച് അധികാരം ഒഴിയേണ്ടി വന്ന ഒരൊറ്റ പ്രധാനമന്ത്രി ഇന്ത്യയിലുള്ളൂ. അത് അദ്ദേഹത്തിൻ്റെ അമ്മൂമ്മ ഇന്ദിരാഗാന്ധിയാണ്. പൗരത്വം ലഭിക്കുന്നതിന് മുമ്പ് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇടം നേടിയ ആളാണ് അദ്ദേഹത്തിൻ്റെ അമ്മ സോണിയാഗാന്ധി. അപ്പോൾ ഭൂതം തിരിഞ്ഞു പിടിച്ച് തുടങ്ങിയല്ലോ. ഭൂതം തിരിച്ചു പിടിക്കും, അതിന് സംശയിക്കേണ്ട. കാരണം വ്യാജ ആരോപണങ്ങൾ പറഞ്ഞ് പുകമറ സൃഷ്ടിച്ച് എന്തെങ്കിലും തെറ്റിദ്ധരിപ്പിച്ച് ജനങ്ങളെ വിഡ്ഢികളാക്കി അധികാരം നേടാൻ ഇന്ത്യയെ പറ്റില്ല. നിരക്ഷരരായ ഇന്ത്യക്കാരാണ്. ആലോചിച്ച് നോക്കണം, 1977 ബാലറ്റ് പേപ്പറിലൂടെ അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയെ റായ്ബറേലിക്കാരൻ തോൽപ്പിച്ചത്. അന്ന് പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി സ്ഥാനത്ത് ഇരുന്നപ്പോഴാണ് ഇന്ദിര തോൽപ്പിച്ചത്. എന്ന് പറഞ്ഞാൽ സർവശക്തിയായ പ്രധാനമന്ത്രിയെ വോട്ട് ചെയ്ത് തോൽപ്പിക്കാൻ കഴിയത്തക്ക വിധത്തിൽ രാഷ്ട്രീയ സാക്ഷരത നേടിയ ആളുകളാണ് യു പിയിലുള്ളത്. കേരളത്തിൽ എന്താ സംഭവിച്ചത്? കേരളത്തിൽ 111 സീറ്റല്ലേ UDF കിട്ടിയത്? അതിന് കാരണം വേറെയാണ്. അത് ഞാൻ അതിവിടുത്തെ പ്രത്യേക സാഹചര്യമാണ്. ആ സാഹചര്യമാണ് രാഷ്ട്രീയ പാർട്ടികൾ പഠിക്കേണ്ടത്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ ഇവിടെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഈ തൃശ്ശൂർ ഒഴിച്ച് ബാക്കി 19 പാർലമെൻറ്റ് മണ്ഡലങ്ങളിലും സത്യവോട്ടാണ് നടന്നത്. സത്യം മാത്രം, സത്യം വധ ധർമ്മം ചര എന്ന് പറഞ്ഞ ആളുകൾ പോകുന്നു, വോട്ട് ചെയ്യുന്നു, ഇവരൊക്കെ ജയിക്കുന്നു. തൃശ്ശൂരിൽ മാത്രം കള്ളത്തരം നടന്നു. ഇതാണല്ലോ ഇവരുടെ ആർഗ്യുമെൻറ്റ്. ഇത് തൃശ്ശൂരിൽ കള്ളത്തരം നടന്നു, കള്ളയോട്ടുണ്ട്, വോട്ടേഴ്സ് കൃത്രിമം നടന്നു എന്നാരാ പറയുന്നത്? നമ്മുടെ റവന്യൂ മന്ത്രി N. രാജൻ, അദ്ദേഹത്തിൻ്റെ വകുപ്പ് തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇനി വലിയ ബഹളം ഉണ്ടാക്കുന്ന ആളാണ് സുനിൽകുമാർ. സുനിൽകുമാറിൻ്റെ പഞ്ചായത്തിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി LDF പുറകെ പോയതിൻ്റെ ഉത്തരവാദി അങ്ങ് ഡൽഹിയിലിരിക്കുന്ന ഇലക്ഷൻ കമ്മീഷനാണ്. നിലമ്പൂര് തെരഞ്ഞെടുപ്പ് നടത്തിയപ്പോൾ എന്താ സംഭവിച്ചത്? സ്വരാജിനെ തൊട്ടപ്പുറത്ത് താമസിക്കുന്നതിന് വോട്ട് ചെയ്തില്ല, സ്വന്തം ബൂത്തിൽ. അത് ഇലക്ഷൻ കമ്മീഷൻ്റെ കുഴപ്പമായിരുന്നു. പക്ഷേ ജനവിരുദ്ധരായ ആളുകൾക്ക് ജനങ്ങൾ എതിരായിട്ട് വോട്ട് ചെയ്യും, ജനങ്ങൾക്ക് വേണ്ടി ആളുകൾക്ക് ജനങ്ങൾ അനുകൂലമായിട്ട് വോട്ട് ചെയ്യും. അതിനപ്പുറത്തൊന്നുമില്ല. തൃശ്ശൂർ മാത്രമായിട്ട് എടുത്ത് കാണിക്കുന്ന ഈ ബഹളം വെറും തരംതാണ മാധ്യമ പ്രവർത്തനവും അതുപോലെ തന്നെ രാഷ്ട്രീയ ഗൂഢാലോചനയുമാണ്. മനസ്സിലായി. ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആക്ഷേപം, ഒരു ബാംഗ്ലൂർ സെൻട്രൽ മണ്ഡലത്തിൻ്റെ ആ ഒരു പ്രോസ്പെക്റ്റിൽ അദ്ദേഹം ഉന്നയിച്ച ഒരു കാര്യം, 80ഓളം പേർ ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്നു. അപ്പോൾ അതിനൊരു ന്യായീകരണമായിട്ട് പലരും പറയുന്നത്, ബാംഗ്ലൂർ പോലെ ഒരു മെട്രോ നഗരത്തിൽ ലക്ഷക്കണക്കിന് തൊഴിലാളികൾ വന്നും പോവുകയും ദിവസേന ആൾക്കാർ വാടകക്കാർ മാറുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഒരേ കെട്ടിടത്തിൽ തന്നെ ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ കുറേയധികം താമസക്കാർ വരാം, ഇറ്റ് ഈസ് ടെക്നിക്കലി പോസിബിൾ എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് ഒരു ബാംഗ്ലൂർ പോലെയുള്ള ഒരു മെട്രോ നഗരത്തിൽ അത് പോസിബിൾ ആണെന്ന് അനുമാനിക്കാം. പക്ഷേ തൃശ്ശൂർ പോലെ ഒരു അത്ര വലിപ്പമൊന്നുമില്ല, എന്നാൽ അത്യാവശ്യം വലിയ നഗരം തന്നെയാണ്. ബട്ട് തൃശ്ശൂർ പോലൊരു നഗരത്തിൽ ഒരു ഫ്ലാറ്റിൽ 40 പേർ 30 പേരൊക്കെ താമസിച്ചു എന്നൊക്കെ പറയുമ്പോൾ കേരളത്തിൽ അത് എത്രത്തോളം വിശ്വസനീയമാണ്? കാരണം തൃശ്ശൂരിലെ വോട്ടർ പട്ടിക പരിശോധിക്കുമ്പോൾ ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റിലൊക്കെ 30 പേരൊക്കെ താമസിച്ചു എന്നാണ് പറയുന്നത്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ 30 പേരും സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യുന്ന വല്ല തെളിവുണ്ടോ? ഇല്ല. പിന്നെ ഇതിനത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി അതവിടെ നിൽക്കട്ടെ. കേരളത്തിലെ ഒരു നിയോജകമണ്ഡലത്തിൽ, പറയുമല്ല, പെരുമ്പാവൂർ എന്ന് പറയുന്ന നിയോജക മണ്ഡലത്തിൽ ഇന്ത്യക്കാരല്ലാത്ത എത്ര ആളുകൾ വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് അന്വേഷണം അറിയാം. നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റിലെ റോഹിംഗ്യയിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്ന് വന്ന കൊടും ഭീകരന്മാർ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇടം നേടിയിട്ടുണ്ട്. അവിടെ നിന്നാണ് തൂത്ത് പറയിക്കൊണ്ട് പോയത്. ആർക്കും പരാതിയൊന്നുമില്ലേ? വരുമ്പോൾ ഒരൊറ്റ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ കാര്യം ഞാൻ പറയുന്നത്, ഒറ്റ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ കാര്യം ഞാൻ പറയുന്നത്. ഇവിടെ ഈ അധികാരത്തിലിരുന്ന മന്ത്രിമാർ പറയുന്നു വോട്ടേഴ്സ് ലിസ്റ്റിൽ. അത് എനിക്ക് തോന്നുന്നു, എനിക്ക് അടുത്ത സമയത്ത് K. സുരേന്ദ്രൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടത്, വളരെ മനോഹരമായിരിക്കുന്നു. പോയി തൂങ്ങിച്ചാവിനിടാൻ നീയൊക്കെ. അതായത് ആകെ ഒരു പാർലമെൻറ്റിലാണ് ഞങ്ങൾ മത്സരിച്ചത്. എങ്ങനെ ഫൈറ്റ് നടന്നത്?
നീയൊക്കെ കുറേ കാലം 10 കൊല്ലം 9 കൊല്ലമായിട്ട് പിന്നെ CPM ഭരിക്കുന്നു, അതിന് മുമ്പ് കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്നു, നിൻ്റെയൊക്കെ കയ്യിലല്ലായിരുന്നു ഈ വകുപ്പ്, നീ പോയി തൂങ്ങിച്ചാവിടാ എന്ന് പറഞ്ഞത് അതാണ് അർഹിക്കുന്ന മറുപടി. അല്ലാതെ ഓരോ ചോദ്യത്തിനും അൺപാർലമെൻ്ററി ആയിരിക്കും, പക്ഷേ ചില അൺപാർലമെൻ്ററി ആയ പ്രസ്താവനകൾ നമ്മൾ ആസ്വദിക്കും. കാരണം പ്രസ്താവന നടത്തുന്ന ആളിനോടുള്ള ഇഷ്ടം കൊണ്ടാകണമെന്നില്ല, മറിച്ച് പ്രസ്താവനയ്ക്ക് ആരാ ശരവ്യനാകുന്നത് അവരോടുള്ളത് കൊണ്ടാണ്. ഇവർ പോയി തൂങ്ങിച്ചെത്തൂടെ? നാണമില്ലേ പറയാൻ? ഇനി വേറൊരു കാര്യം പറയാം. ഏറ്റവും വലിയ ബഹളം ഉണ്ടാക്കുന്നവരാണ് MA ബേബി. 30,000 വോട്ടുകൾ കൃത്യമായിട്ടാണ് പറയുന്നത്. ഒരു വോട്ട് കൂടുതലും കുറവില്ല, 30,000 വോട്ടാണ് അവിടെ കാപട്യത്തിൽ ചേർത്തിരിക്കുന്നത്. 2019 ആറ്റിങ്ങിൽ 1,14,000 വ്യാജ വോട്ടുകളാണ് കണ്ടെത്തിയത്. അടൂർ പ്രകാശാണ് പരാതി കൊടുത്തത്, BJPക്കാരല്ല. അന്നവിടെ മത്സരിച്ചത് ശോഭാ സുരേന്ദ്രനാണ്. അവരല്ലല്ലോ പരാതി കൊടുത്തത് അടൂർ പ്രകാശ്. കൃത്യമായിട്ട് കണ്ടെത്തി, അവരെ ഒഴിവാക്കി. ഏറ്റവും വലിയ രസകരമായ കാര്യം, അതിലൊരു പാർട്ടിയുടെ CPMൻ്റെ ദേശീയ നേതാവിൻ്റെ സഹോദരിക്ക് 3 ബൂത്തിലോട്ടുണ്ട്. ഞാൻ പറഞ്ഞത് പണ്ടോറയുടെ പെട്ടിയാണ് തുറന്നു വിട്ടിരിക്കുന്നത്. ഇതൊന്നും കൊണ്ട് ഇന്ത്യൻ ഇലക്ടറേറ്റിനെ, ഇന്ത്യൻ പൗരന്മാരെ ഒന്ന് ചെറുതായിട്ട് ചലിപ്പിക്കാൻ പോലും ഇവർക്ക് കഴിയില്ല. പിന്നെ മാധ്യമങ്ങളെടുത്ത് ഇങ്ങനെയൊക്കെ പറയും. മാധ്യമങ്ങളുടെ മുന്നിൽ അദ്ദേഹം മൗനം പാലിക്കുന്നുണ്ടല്ലോ. ഇവിടെ സുരേഷ് ഗോപി അനുകൂലിക്കുന്ന അല്ലെങ്കിൽ BJP ലൈനിൽ ചിന്തിക്കുന്ന ആൾക്കാർ ഉന്നയിക്കുന്ന ഒരു വാദമുണ്ട്. അതായത് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചത് 75,000-ൽ പരം വോട്ടുകളുടെ കൃത്യമായ മെജോറിറ്റിയിലാണ് അദ്ദേഹം ജയിച്ചത്. സോ അത് ആധികാരികം തന്നെയാണ്. പക്ഷേ BJPക്ക് ജയിക്കാൻ കുറേയധികം സാധ്യത കൽപ്പിക്കപ്പെട്ട മറ്റൊരു മണ്ഡലമാണ് തിരുവനന്തപുരം. അല്ലെങ്കിൽ ആറ്റിങ്ങലിൽ 6,000 വോട്ടിനൊക്കെ കഷ്ടിച്ചാണ് അവർക്കത് നഷ്ടമായത്. ചുണ്ടിനും കപ്പിനും ഇടയിൽ നഷ്ടമായി എന്ന് പറയാം. അങ്ങനെ ഒരു തിരിമറി പോസിബിൾ ആണെങ്കിൽ നമുക്ക് തിരുവനന്തപുരം ആറ്റിങ്ങലും എടുക്കാൻ പറ്റില്ല, തൃശ്ശൂരിനേക്കാൾ കുറച്ചുകൂടി ഈസി അതായിരുന്നില്ലേ എന്നുള്ളൊരു വാദം അവർ ഉന്നയിക്കുന്നു. അതിന് കൃത്യമായൊരു മറുപടി ഇവർ തരുന്നുമില്ല. താങ്കൾക്ക് എന്ത് തോന്നുന്നു? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഈ ഇലക്ടറൽ ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വോട്ടിംഗ് പ്രോസസ്സിൽ നമുക്ക് പരാതി പറയാൻ തുടങ്ങിയാൽ എല്ലാവരുടെയും കൈകൊള്ളും. ഇത് ഇപ്പം ഒരു ജനവികാരം നമ്മുടെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഞാൻ യോജിക്കത്തില്ല. തെരഞ്ഞെടുപ്പിലെ ജനവികാരം പ്രതിഫലിക്കുക തന്നെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ജനാധിപത്യം നമ്മുടെ പ്രത്യേക സാഹചര്യത്തിൽ ഒക്കെ കൂടെ പരിശോധിച്ച് നോക്കിയാൽ കുറ്റമറ്റ വിധത്തിലാണ് പോകുന്നത്. പിന്നെ ഇപ്പോൾ ഇവർ പറയുന്ന വലിയൊരു പരാതി, സുരേഷ് ഗോപി വന്നിട്ട് അദ്ദേഹം മൗനം പാലിക്കുന്നു. ഇതാണല്ലോ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള. സുരേഷ് ഗോപിയുടെ മൗനത്തിലേക്ക് നമുക്ക് വരാനിരിക്കുന്നതേ ഉള്ളൂ. അതിന് മുന്നേ ഒരു കാര്യം കൂടെ ഒന്ന് ഇടപെട്ട് ഒന്ന് ചോദിച്ചുകൊള്ളട്ടെ. ഇത്രയും നാളും CPM അല്ലെങ്കിൽ അവിടെ തോറ്റ സ്ഥാനാർത്ഥി കൃത്യമായി VS സുനിൽകുമാർ, അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു നേതാവാണ്. പക്ഷേ അദ്ദേഹം എപ്പോഴും പറയുന്ന ഒരു കാര്യം, തൃശ്ശൂർ പൂരം ഇന്റൻഷനലി കലക്കിയതാണ് സുരേഷ് ഗോപിയുടെ ജയത്തിന് വേണ്ടിയിട്ട്. അതിന് പിന്നിൽ സംസ്ഥാന സർക്കാരിനോ പോലീസ് ഉദ്യോഗസ്ഥർക്കോ ഒക്കെ ബന്ധമുണ്ടെന്നുള്ളതാണ് CPI നാളിതുവരെ ഉന്നയിച്ച ആക്ഷേപം. ആ ആക്ഷേപത്തിൽ നിന്ന് അവരിപ്പോഴും പിന്നോട്ട് പോയിട്ടില്ല. പക്ഷേ ഇതിലേത് ഇപ്പോൾ വിശ്വസിക്കുമെന്നുള്ളതാണ് ജനങ്ങൾക്കുള്ളൊരു കൺഫ്യൂഷൻ. ഇത്രയും നാളും സർക്കാരും പൂരം കലക്കാൻ ഒത്തുനിന്ന പോലീസുകാരൊക്കെ കൂടെ ചേർന്നിട്ട് സുരേഷ് ഗോപി ജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവർ പെട്ടെന്ന് ഒരു 30,000 അല്ലെങ്കിൽ 70,000 കള്ള വോട്ടുകൾ നടന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതിലേത് വിശ്വസിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഇപ്പോൾ VS സുനിൽകുമാറിന് തന്നെ ഉണ്ട് എന്ന് അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? അല്ല, ഞാനൊരു സംശയം ചോദിക്കട്ടെ. തൃശ്ശൂർ ടൗണിലാണ് ഈ തൃശ്ശൂർ പൂരം നടക്കുന്നത്. അല്ല, തൃശ്ശൂർ പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസി നടക്കുന്ന മഹോത്സവമൊന്നുമല്ല, അത് ടൗണിൽ നടക്കുന്ന ഉത്സവമാണ്, തൃശ്ശൂർക്കാരുടെ അഭിമാനവുമാണ്. അവിടെ നടന്നതിനകത്ത് സംഭവിച്ചെന്താണ്? അവിടുത്തെ ഒരു പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് കൃത്യമായ പരിചയം എന്നുള്ള ആളല്ല, ഏതോ ഒരു അപക്വമതിയായ ഒരു പോലീസ് ഓഫീസർ അവിടെ എന്തോ പ്രശ്നമുണ്ടാക്കി. അവിടെ കുറച്ച് നേരത്തേക്ക് പൂരത്തിന് തടസ്സമുണ്ടാക്കി. ഈ പൂരം കലക്കി എന്നൊക്കെ പറഞ്ഞ് എന്താ വെടിക്കെട്ട് ജനങ്ങളുടെ ഇടയിൽ കൊണ്ടുവച്ച് ചെയ്തു. കുറച്ച് നേരത്തേക്ക് ചില തടസ്സങ്ങൾ വന്നു. അത് പക്വതയില്ലാത്തൊരു പോലീസ് ഓഫീസറുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയുടെ ഭാഗമാണ്. ഇനി ഇവരാരോപിക്കുന്നത് എന്താണ്? MR അജിത് കുമാർ ബോധപൂർവം ഇത് അട്ടിമറിച്ചതാണ്. MR അജിത് കുമാറിനെ മന്ത്രി വിളിച്ചിട്ട് അദ്ദേഹം ഫോൺ എടുത്തില്ല, ഇതൊക്കെയാണ് പറയുന്നത്. ഇതിന് വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. നമ്മുടെ CPIയുടെ ഒരു മന്ത്രി ഒരു സ്റ്റേഷൻ ഹൗസ് ഓഫീസറെ ഫോണിൽ വിളിച്ചിട്ട് ഒരു പ്രതിയുടെ കാര്യത്തിൽ വേണ്ടത് ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞ സൗകര്യമില്ലെന്ന് പറഞ്ഞു. ഞാൻ മന്ത്രി എന്നെ കൈവച്ചാൽ മതി എന്ന് പറഞ്ഞു. അതാ പറഞ്ഞത്, ഞാൻ ന്യായം നോക്കി ചെയ്യാം, ഈ ശുപാർശ കൊണ്ട് വലിയ കാര്യമില്ല. മന്ത്രിയുടെ ഇടപാടൊന്നും ഇങ്ങോട്ട് വേണ്ട. അത് പറയാൻ ഒരു സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് പറ്റുമെങ്കിൽ ഫോൺ എടുത്തു എന്നുള്ളത് കൊണ്ട് മന്ത്രിക്ക് അനുകൂലമായ മറുപടി ഒന്നും കിട്ടണമെന്നില്ലല്ലോ. ഫോൺ എടുത്തവർ ഇതല്ലേ പറഞ്ഞത്. ഫോൺ എടുത്ത SHOയ്ക്ക് അത് പറയാമെങ്കിൽ ഫോൺ എടുക്കാതിരുന്ന പിന്നെ IPS കുറേ കൂടെ വാങ്ങിനാന്ന് വിചാരിച്ചാൽ പോലെ. ഞാൻ പറഞ്ഞു വന്നത്, ഇതൊക്കെ ഈ ഭരണമെന്ന് പറയുന്നത് ഒരു കലയാണ്. അത് നടത്താൻ അറിയാവുന്നവനെ അത് നടത്താവൂ. 2, രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് അത് വളരെ ട്രാൻസ്പെറൻ്റായിട്ട് ചെയ്യേണ്ടതാണ്. മോഷ്ടിക്കുന്ന എത്ര രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് കണ്ണുമടച്ച് പറയാൻ പറ്റും. മോഷ്ടിക്കാത്തവർ എത്ര പേരുണ്ടെന്നുള്ള കാര്യം വിരളയിൽ എണ്ണി പറയാൻ പറ്റും. അതിനപ്പുറം ഇല്ല. അതുകൊണ്ടാണ് ഈ വിരളയിൽ എണ്ണി പറയാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഓരോ രാഷ്ട്രീയക്കാരനും കൃത്യമായി ജനങ്ങളുടെ ഒരു സ്കാനറിൻ്റെ മുന്നിലാണ്
ഇവരൊക്കെ ആരാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ഒരു കാര്യം പിന്നെ അന്വേഷിച്ച് മനസ്സിലാക്കണം. കേരളത്തിലെ അതിരാവിലെ എണീറ്റ് കഷ്ടപ്പെട്ട് ക്യൂവിൽ നിന്ന് നോട്ടായി വോട്ട് ചെയ്യുന്നവരുണ്ട്. അതാണ് ഞാൻ പരിഗണിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വോട്ട്. ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ എത്ര ബുദ്ധിയുള്ള ആളുകളുണ്ട്, എത്ര സമർത്ഥരായ ആളുകളുണ്ട്, ജനാധിപത്യത്തെ സ്നേഹിക്കുന്ന എത്ര ആളുകളുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് നോട്ടയ്ക്ക് കിട്ടുന്ന വോട്ട്. നോട്ടയ്ക്ക് കിട്ടാൻ വോട്ട് ചെയ്യാൻ പ്രയാസം, അന്വേഷണം അറിയാമല്ലോ. നമുക്ക് ചിഹ്നത്തിൽ വോട്ട് ചെയ്യാം. കാരണം എല്ലാം വരച്ചു വെച്ചിട്ടുണ്ട്. നോട്ട ഒന്നും വെച്ചിട്ടില്ല. അത് വളരെ ഗവേഷണം നടത്തി കണ്ടുപിടിക്കണം. 5000-7000 വോട്ട് നോട്ടായിക്ക് കിട്ടുന്നു എന്ന് പറഞ്ഞാൽ 7000 ആളുകൾ അവരാണ് ക്രിയേറ്റീവ് മൈനോറിറ്റി. ചില സ്ഥാനാർത്ഥികൾ നോട്ടയുടെ പിന്നിൽ പോകാറുണ്ട്. അത് പിന്നെ നോർത്തിൽ ഡൽഹിയിൽ നോട്ടയുടെ പിന്നിൽ പോയത് ഇപ്പോൾ കേരളം ഭരിക്കുന്നവരാണ്. അപ്പോൾ ഇതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഇവർ ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ കൂടെ വന്നപ്പോൾ ആർക്കും തൻ്റെ മൊബൈൽ ഫോണിലൂടെ സംസാരിക്കാം, ജനങ്ങളെ കേൾപ്പിക്കാം. അപ്പം ഇതൊക്കെ മനസ്സിലാക്കാതെ ചുമ്മാതെ പുകപടലം സൃഷ്ടിച്ചു കൊണ്ടുപോകുന്നത് ശരിയല്ലെന്ന് എനിക്ക് പറയാം. മനസ്സിലായി. അപ്പോൾ ഡൽഹിയിലുള്ള ആ ഒരു പുകപടലത്തിൻ്റെ ഒരു എക്സ്റ്റൻഷനായ തൃശ്ശൂരിലെ ആക്ഷേപങ്ങളെയും ആരോപണങ്ങളെയും കാണാതെ അവിടെ നിൽക്കട്ടെ. പക്ഷേ നമ്മുടെ വിഷയം നേരത്തെ താങ്കൾ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്. സാധാരണ തനിക്കെതിരെ അല്ലെങ്കിൽ തനിക്ക് ചുറ്റും നടക്കുന്ന എന്തിലും അതിവൈകാരികമായി പ്രതികരിക്കുന്ന ശ്രീ സുരേഷ് ഗോപി, അദ്ദേഹം കമാന്നൊരു അക്ഷരം മിണ്ടുന്നില്ല. മടിയിൽ കനമുള്ളവന് വഴിയിൽ ഭയക്കണം എന്ന് പിണറായി വിജയൻ്റെ ഒരു ആപ്തവാക്യം ഉദ്ധരിച്ചുകൊണ്ട് ചിലർ പറയുന്നു. സുരേഷ് ഗോപിയുടെ മടിയിൽ കനമുണ്ട്. താങ്കൾക്കത് തോന്നുന്നുണ്ടോ? ശരിയാണ്. അല്ല, സുരേഷ് ഗോപിയുടെ പേരിൽ ഇവരാരും അഴിമതി ആരോപണം ഉന്നയിച്ചിട്ടില്ലല്ലോ. നമ്പർ 1. സുരേഷ് ഗോപി കയ്യിരിക്കുന്ന കാശ് മുടക്കി വീട് വെച്ച് കൊടുക്കുകയും പിന്നെ മറ്റേ സൗകര്യങ്ങൾ സഹായങ്ങൾ ചെയ്തിട്ടല്ലേ ഉള്ളൂ. ഇവർ ജനങ്ങളെ പിരിച്ചു ജീവിക്കുന്നവരാണല്ലോ സുരേഷ് ഗോപിയിൽ ഇതൊക്കെ ആരോപിക്കുന്നത്. സുരേഷ് ഗോപി കഷ്ടപ്പെട്ട് അഭിനയിച്ച് ഉണ്ടാക്കിയ പണമാണല്ലോ പാവപ്പെട്ട ആളുകൾക്കൊക്കെ കൊടുക്കുന്നത്. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് അംഗീകാരം കിട്ടിയത്. നമ്പർ 1. നമ്പർ 2, സുരേഷ് ഗോപിയുടെ മൗനം എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് PV നരസിംഹറാവുവിൻ്റെ പിന്നെ ഒരു ആൻസറാണ്. ചോദിക്കുമ്പോൾ നരസിംഹറാവു ഒന്നും പറയുന്നില്ല. അദ്ദേഹത്തിനോട് അവസരം നിർബന്ധിച്ചോ പറഞ്ഞു സൈലൻസ് ഈസ് ഓൾസോ ആൻ ആൻസർ. നിശബ്ദത ഒരു മറുപടിയാണ്. എന്തിനാണ് മറുപടി പറയുന്നത്? ഈ സുരേഷ് ഗോപിക്കെതിരെ ചോദ്യമായിട്ട് കഴിഞ്ഞ ദിവസം ഒരു പെങ്കൊച്ച് വന്ന് എന്തോ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ മനുഷ്യൻ സിനിമാ രംഗത്ത് തിളങ്ങി നിൽക്കുന്ന ഒരാളാണ്. മധ്യവയസ്സ് കഴിഞ്ഞൊരു മനുഷ്യനാണ്. അങ്ങേരെ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് പത്രസമ്മേളനം കഴിഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങാൻ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ മൂത്ത മകളുടെ പ്രായമുള്ള അത്രയും പ്രായമില്ലാത്ത ഒരു പെൺകുട്ടി മൈക്കുമായിട്ട് നിൽക്കുന്നത് കണ്ടപ്പോഴേ അതിൻ്റെ തോളയിലൊന്ന് തട്ടിയിട്ട് വെളിയിലോട്ട് പോയതേ ഉള്ളൂ. അത് സ്ത്രീ പീഡനമാക്കിയ അധമന്മാരാണ് കേരളത്തിലെ മാധ്യമപ്രവർത്തകർ. അധമന്മാർ. ഇവന്മാരെ അധമന്മാരെന്നല്ല എന്താ പറയുന്നത്. ഇനി നമ്പർ 2, ഇലക്ഷന് മുമ്പ് സുരേഷ് ഗോപി 3ാം സ്ഥാനത്ത് പോകുമെന്ന് പറഞ്ഞതാരാണ്? കേരളത്തിലെ ഏറ്റവും സർക്കുലേഷനുള്ള മലയാള മനോരമയല്ലേ? 75,000 വോട്ടിന് ജയിച്ച ഒരാൾ 3ാം സ്ഥാനത്തെന്ന് പറഞ്ഞാൽ അധമ പത്രപ്രവർത്തനം നടത്തുന്ന മനോരമയുടെ പ്രതിനിധി ചോദിച്ചാൽ എന്തിനാണ് ഈ മനുഷ്യൻ സംസാരിക്കുന്നത്? സുരേഷ് ഗോപി ബുദ്ധിമാനാണ് കാരണം കേരളത്തിലെ മാധ്യമപ്രവർത്തകരെ ജനങ്ങൾ അവജ്ഞയോടാണ് കാണുന്നത്. അവജ്ഞയോട് പറഞ്ഞാൽ പുച്ഛമാണ്. പേപ്പട്ടി കടിച്ചാൽ 1-2 പേരെ കടിക്കത്തുള്ളൂ. പക്ഷേ ഈ മാധ്യമപ്രവർത്തകരെ കംപ്ലീറ്റ് നമ്മുടെ ജനാധിപത്യത്തെ മലിനമാക്കുക. ഇവരെക്കുറിച്ചൊന്നും ജനങ്ങൾക്ക് ഒരു ധാരണയില്ല. പണ്ട് PC ജോർജ് കൊണ്ടുപോടാൻ നിൻ്റെ മൈക്കെന്ന് പറഞ്ഞു. PC ജോർജിനോട് ജനങ്ങൾ ആസ്വദിക്കുകയായിരുന്നു. കൊണ്ടുപോടാൻ നിന്നെ മൈക്കെന്ന് പറഞ്ഞത് ജനങ്ങൾ ആസ്വദിക്കുകയായിരുന്നു. ഇപ്പോൾ ഇവിടുത്തെ മാധ്യമപ്രവർത്തകർക്ക് കാശിന് വരെയില്ല. അവരോട് സംസാരിക്കേണ്ട ഒരു കാര്യമില്ല. ഇവരൊക്കെ എഴുതാവുന്നതിനെ മാക്സിമം എഴുതട്ടെ. ടെലിവിഷനിൽ വന്ന് ചർച്ച ചെയ്യാവുന്ന ആളുകളെല്ലാം ഇവിടെ ചന്ത ചർച്ച ചെയ്യട്ടെ. ഇതൊന്നും കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. 0.1% വോട്ട് പോലും കേരളത്തിലെ മാധ്യമങ്ങൾക്കോ അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങൾക്കോ ചലിപ്പിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മനസ്സിലായി. പോയിന്റ് ക്ലിയർ ആണ്. അപ്പോൾ തൃശ്ശൂരിലെ സംഭവവികാസങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഓരോ ദിവസം പുതിയ വിവാദങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. വരും ദിവസങ്ങളിൽ എന്താണ് തൃശ്ശൂർ സംഭവിക്കാൻ നമുക്ക് നോക്കാം. ശേഷം ചർച്ചകളാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.